കൊരിന്ത്യസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. വായിക്കാം. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സുഭാഷണച്ച്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അച്ഛനും നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഖത്ത് എന്താണ് ഉള്ളത്? എന്ത് കേട്ടിട്ടാ ചിരിക്കുന്നത്? കേട്ടായിരുന്നു ഇവിടെ പറഞ്ഞത്? ഹല്ലേലൂയ. നമ്മുടെ മുഖത്ത് എന്താണുള്ളത്? കണ്ണടയോ? ഹല്ലേലൂയ. നമ്മുടെ മുഖത്ത് കർത്താവിന്റെ മഹത്വമാണുള്ളത്. ഓക്കെ, ഉത്തരം പറഞ്ഞതിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമ്മുടെ മുഖത്ത് എന്താണുള്ളത്? ഒന്ന് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് എന്താണുള്ളത്? അപ്പോ ഒന്ന് നോക്കിയേ, ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ മുഖത്ത് കർത്താവിന്റെ മഹത്വമുണ്ടെന്നൊന്ന് പറഞ്ഞേ. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ ഭർത്താവിനോട് പറയണം ചേട്ടന്റെ മുഖത്ത്. അപ്പോ ഭർത്താവ് നിങ്ങളോട് പറയും, എന്തെന്ന് പറയും? നല്ല ചുട്ട അടി കിട്ടുമെന്ന് പറയും. നമ്മളോടും പറയും അല്ലേ? ചേട്ടന്മാര് ചേച്ചിമാരോടൊന്ന് പറയണം, എടി നിന്റെ മുഖത്ത് കർത്താവിന്റെ മഹത്വമുണ്ടെന്ന് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് കർത്താവിന്റെ മഹത്വം ഉള്ളത്? കർത്താവിന്റെ കൃത്യുത്തരം പറ. എന്തുകൊണ്ടാണ്? കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, ബിഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് കണ്ടുമുട്ടുന്നത്? കർത്താവിനെയാണ്. ആവിലയിൽ നമ്മൾ ആരെയാണ് കണ്ടുമുട്ടുന്നത്? ആരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആവിലയിൽ വരുന്നത്. യെസ്. അപ്പോൾ നമ്മൾ ഈശോയെ കണ്ടുമുട്ടുകയും അങ്ങനെ ഈശോയുമായി സംസാരിക്കുകയും ഈശോയെ കാണുകയും ഈശോയെ കേൾക്കുകയും ഈശോയുടെ സ്നേഹം അനുഭവിക്കുകയും ഈശോയെ കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ അതാണ് കണ്ടുമുട്ടൽ എന്ന് പറയുന്നത്. ഈ കണ്ടുമുട്ടൽ ഈശോയ്ക്ക് വേണ്ടി ത്യാഗമെടുക്കുക,
എന്തൊക്കെയാണ് കണ്ടുമുട്ടലിന്റെ പല വശങ്ങളെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വിശ്വസിക്കുക, പ്രത്യാശിക്കുക, സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ത്യാഗമെടുക്കുക, സാക്ഷ്യം പറയുക, ഇതൊക്കെയാണ് ഈ കണ്ടുമുട്ടലിന്റെ ഭാഗങ്ങൾ. ഇതൊക്കെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് എന്തുണ്ടാകും? കർത്താവിന്റെ മഹത്വം ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവിന്റെ മഹത്വം പ്രതിഫലിച്ച് ഇങ്ങനെ കണ്ടുമുട്ടി കർത്താവിന്റെ മഹത്വത്തിൽ ജീവിച്ച് നമ്മൾ അനുദിനം എന്ത് സംഭവിക്കുന്നു? അവിടത്തെ സാദൃശ്യത്തിലേക്ക് നമ്മൾ വളരുന്നു. നമ്മൾ വളർന്ന് ആരെ പോലെ ആകുന്നു? ഒത്തിരി സ്ഥലത്തിൽ പറഞ്ഞേ, നമ്മൾ വളർന്ന് ആരെ പോലെ ആകുന്നു അല്ലെ? നമ്മുടെ മക്കൾ വളർന്ന് ആരെ പോലെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്? സ്വരം കുറഞ്ഞു പോയോ? വളർന്ന് നീ ഇപ്പോ അല്ലേ ഹാലയിൽ വെച്ച് വളർന്ന് ഈശോയെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഈശോയെ പോലെ വളരുമ്പോ നമുക്ക് എന്ത് കിട്ടും കൂടുതലായിട്ട്? വെരി ഗുഡ്. നമുക്ക് എന്ത് കൂടുതലായിട്ട് കിട്ടും? കർത്താവിന്റെ മഹത്വം കിട്ടും. ഹല്ലേലൂയ. ഇത് ആരുടെ പ്രവൃത്തിയാണ്? ആത്മാവായ കർത്താവിന്റെ പ്രവൃത്തിയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ രണ്ട് കാര്യങ്ങളിലേക്കാണ് നമ്മൾ വളരുന്നത്. ഒന്ന്, നമ്മൾ ഈശോയെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ഒന്ന്. രണ്ട്, നമ്മൾ കർത്താവിന്റെ മഹത്വം സ്വന്തമാക്കുന്നു. ഈ രണ്ട് പ്രവൃത്തികളുടെയും ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴാണ് അതിന്റെ പൂർണ്ണത പ്രാപിക്കുന്നത്? അല്ലേ? ഹൈസ്കൂൾ വിദ്യാഭ്യാസം എപ്പോൾ പൂർത്തിയാകും? 10ാം ക്ലാസ് പാസ്സാവുമ്പോൾ, അല്ലെങ്കിൽ +2 പാസ്സാവും. ഓക്കെ. അതുപോലെ നമ്മളുടെ ഈ വളർച്ച എപ്പോൾ പൂർത്തിയാകും? ഇത് പൂർത്തിയാകുന്നത് പ്രിയപ്പെട്ടവരെ നിത്യതയിലാണ്. ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ഇതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. ഇത് പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മൾ പൂർണ്ണമായും അവിടത്തെ പോലെ ആകുന്നത് അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോ. വചനം പറയാണ്, 1 യോഹന്നാൻ 3:2 പറയാണ്, അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ അവിടത്തെ പോലെ ആകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനഭാഗം ഒന്നെടുത്ത് 1 യോഹന്നാൻ ഇന്നത്തെ ആദ്യത്തെ വചനം അതാണ്. 1 യോഹന്നാൻ 3:2. 1 യോഹന്നാൻ 3:2 വായിക്കാം. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ പോലെ ആകും. പൂർണ്ണമായിട്ടും അവിടത്തെ പോലെ ആകുന്നതിനെ കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു പരിധി വരെ ആരെ പോലെയാണ്? നമ്മുടെ സ്വഭാവം ആരുടെ സ്വഭാവം പോലെയാണ്? നമ്മുടെ വാക്കുകൾ ആരുടെ വാക്കുകൾ പോലെയാണ്? ചരിത്രത്തിൽ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. നമ്മുടെ സ്നേഹം ആരുടെ സ്നേഹം പോലെയാണ്? നമ്മുടെ ജീവിതം ആരുടെ ജീവിതം പോലെയാണ്? നമ്മൾ സഹിക്കുന്നത് ആരെ പോലെയാണ്? നമ്മൾ സംസാരിക്കുന്നത് ആരെ പോലെയാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരെ പോലെയാണ്? അതിൽ സംശയം വേണ്ട, നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ ഒരു പരിധി വരെ എന്നുള്ളൊരു വാക്ക് അവിടെ ഉണ്ട്. പൂർണ്ണമായിട്ടും അങ്ങനെ ആയിട്ടില്ല. നമ്മൾ കുറെ നേരം ഈശോയെ പോലെ സംസാരിച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ കുറെ നേരം ഈശോയെ പോലെ സ്നേഹിച്ചിട്ട് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്നേഹിക്കും. അപ്പൊ പൂർണ്ണമായിട്ടും ഈശോയെ പോലെ ആകുന്നതിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അവിടെ നിന്ന് പ്രത്യക്ഷനാകുമ്പോ നമ്മൾ പൂർണ്ണമായി ഇനി ഒരു തരി ബാക്കിയില്ലാത്ത വിധത്തിൽ ആരെ പോലെയാകും? ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. ഇത് നമ്മുടെ പ്രത്യാശയാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:3 നമ്മൾ വായിക്കുന്നത്, ഈ പ്രത്യാശയുള്ളവൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് പ്രത്യാശയാണുള്ളത്? നമ്മൾ പൂർണ്ണമായും ഈശോയെ പോലെ ആകും എന്ന് പ്രത്യാശയുണ്ട്. ഒന്ന് വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, ഞാൻ പൂർണ്ണമായും ഈശോയെ പോലെ ആയിത്തീരും എന്ന് എനിക്ക് പ്രത്യാശയുണ്ട്.
ഞാൻ ഇരുകരങ്ങൾ വെറുതെ വീശിക്കൊണ്ട് പറയാം, ഞാൻ പൂർണ്ണമായും ഈശോയെ പോലെ ആയിത്തീരുമെന്ന് എനിക്ക് ആഴമുള്ള ശക്തമായ പ്രത്യാശയുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമുക്ക് എല്ലാവർക്കും ഈ പ്രത്യാശയുണ്ട്. നമ്മൾ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന പുത്രനെ പോലെ ഈശോയെ പോലെ ആയിത്തീരുമെന്ന് നമുക്ക് പ്രത്യാശയുണ്ട്, ഉറപ്പുണ്ട്. അപ്പോ ഇനി എന്ത് ചെയ്യണം? മൂന്നാമത്തെ വാക്യം വായിച്ചേ. ഈ പ്രത്യാശയുള്ളവൻ ഉള്ളവൾ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. ഈശോയെ പോലെ ആയിത്തീരുമെന്ന് പ്രത്യാശയുള്ളവരാണ് നമ്മൾ എല്ലാവരും, അല്ലേ? ഈശോയെ പോലെ ആയിത്തീരും എന്ന് പ്രത്യാശയുള്ള എല്ലാവരും ഒന്നുകൂടെ ഒന്ന് കൈ ഉയർത്തിയേ, ഇരുകരങ്ങളും ഉയർത്തിയേ. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇനി നമുക്ക് പ്രത്യാശയുണ്ട്, അല്ലേ? മകൻ ഡോക്ടർ ആകുമെന്ന് പ്രത്യാശയുണ്ട്. പ്രത്യാശ ഉണ്ടായാൽ മാത്രം മതിയോ? പഠിക്കണം. ഞാൻ ഡോക്ടർ ആകുമെന്ന് എനിക്ക് പ്രത്യാശ ഉണ്ടോ? ഉണ്ട്. എന്നാ പഠിക്കാന. പ്രത്യാശ ഉണ്ടായ ആ പ്രത്യാശയ്ക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കഠിനാധ്വാനം ചെയ്യണം, അല്ലേ? നമുക്ക് ഈ വർഷം നല്ല വിളവ് ലഭിക്കുമെന്ന് പ്രത്യാശയുണ്ട്. ഈ വർഷം നല്ല വിളവായിരിക്കും എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രത്യാശ നടക്കോ? ഇല്ല. വീഡിയോ ഗെയിം കൊച്ചിന് നല്ല പ്രത്യാശയുണ്ട്, ഫുൾ A+ കിട്ടുമെന്ന് ഉറപ്പല്ലേ? ഉറപ്പണച്ചു. പിന്നെ എന്താ കുഴപ്പം? ഈ വീഡിയോ ഗെയിം അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. പ്രത്യാശയുള്ളവൻ എന്ത് ചെയ്യണം? അതനുസരിച്ച് അധ്വാനിക്കണം. പരിശുദ്ധനായിരിക്കുന്നത് പോലെ, അവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. അങ്ങനെ വിശുദ്ധനാക്കുന്നതിന്റെ 4 ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമതായി പാപമുപേക്ഷിക്കണം. ഈശോയുമായി ലയിച്ചു ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? പാപമുപേക്ഷിക്കണം. അതാണ് ഒന്നാമത്തെ തലം. അഭ്യന്തര ഹർമ്മ്യത്തിലേക്ക് പ്രവേശിക്കാൻ, ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ കുമ്പസാരിക്കണം, അനുതപിക്കണം. ഇതുവരെ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് പിന്തിരിയണം. ഞാൻ പാപം ചെയ്യുകയില്ല, ഞാൻ കുമ്പസാരിക്കാൻ തീരുമാനിച്ചു, ഞാൻ പാപം ഉപേക്ഷിക്കാൻ തീരുമാനിക്കണം. അതാണ് ഒന്നാമത്തെ തലം. അപ്പോൾ ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിലേക്ക് നടക്കുന്നതിന്റെ ഒന്നാമത്തെ തലം എന്താണ്? പാപം ഉപേക്ഷിക്കുക, കുമ്പസാരിക്കുക. രണ്ടാമത്തെ തലത്തിൽ തീരുമാനമെടുക്കുകയാണ് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത മാരകപാപങ്ങള്. മാരകപാപങ്ങൾ എന്ന് പറഞ്ഞാൽ മനഃപൂർവം ചെയ്യുന്ന മാനകപാപങ്ങൾ. ഞാൻ പാപം ചെയ്യാൻ കണക്ക് കൂട്ടി കരുതി കൂട്ടി പാപം ചെയ്യുകയാണ്. പാപത്തിന്റെ വഴികളിലൂടെ ഞാൻ അറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മാരകപാപങ്ങൾ ഞാൻ ഇനി അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുകയോ പാപത്തിൽ തുടരാൻ തീരുമാനിക്കുകയോ ഇല്ല. അതാണ് രണ്ടാമത്തെ തലം. ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറയും. അപ്പൊ മൂന്നാമത്തെ ഹർമ്മ്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ തലം എന്ന് പറയുന്നത്, ഞാൻ മാരകപാപങ്ങൾ മാത്രമല്ല, ഈശോയെ വേദനിപ്പിക്കുന്ന ഒരു ചിന്ത പോലും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാത്ത വിധത്തില് ഞാൻ ജാഗ്രതയുള്ളവനായിരിക്കും. ഈശോയെ വേദനിപ്പിക്കുന്ന ഒരു നോട്ടം കൊണ്ടോ ഒരു സ്പർശം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ പോലും ഞാൻ ഈശോയെ വേദനിപ്പിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വേദനിക്കും, പെട്ടെന്ന് വിഷമം വരും. ഒരു മകള് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, കല്യാണം കഴിഞ്ഞ മകളാണ്, എനിക്ക് ഈ ബന്ധത്തിൽ തുടരാൻ താല്പര്യമില്ല. എന്തു പറ്റി മോളെ? ഒരു ദിവസം ഞാൻ എൻ്റെ ഭർത്താവിനോട് ദേഷ്യപ്പെട്ട സമയത്ത് അവൻ എൻ്റെ ഫോട്ടോ എടുത്തു. എന്നിട്ട് ദേഷ്യമൊക്കെ മാറിയ സമയത്ത് ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് പറയാണ്, നീ ഇന്നലെ ഇങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ അവള് പറയാണ്, എന്താണ്? എനിക്ക് വിവാഹമോചനം വേണം. ദേഷ്യപ്പെട്ട സമയത്ത് എടുക്കുന്ന ഫോട്ടോ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. മര്യാദക്ക് ഇരിക്കുമ്പോ തന്നെ എടുത്തിട്ട് നല്ലത് കിട്ടാൻ എന്തോരം പാടാണ്.
അച്ഛൻ പറഞ്ഞു വരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വേദനിപ്പിക്കുന്നു, മുറിവുണ്ടാക്കുന്നു. പറഞ്ഞ ചില 1-2 വാക്കുകള്, ചില കളിയാക്കലുകള്, ഭർത്താവ് ഒന്ന് കളിയാക്കി, അത് സഹിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഭാര്യ ഒന്ന് എന്തോ ചോദിച്ചു, അത് സഹിക്കാൻ പറ്റുന്നില്ല. വളരെ വീക്കായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തലമുറയിലെ ഈ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ കുഞ്ഞുങ്ങളൊന്നും തീയിലല്ലല്ലോ കുരുക്കുന്നത്, അവരൊക്കെ കുരുക്കുന്നത് മൊബൈലിലല്ലേ. അതുകൊണ്ട് AC ഇട്ട മുറിയിൽ മൊബൈലിൽ കുരുത്ത് വന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ വാക്കുകൾ, ചെറിയ വഴക്കുകള് അല്ലേ. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു മരിച്ചില്ലേ, ആത്മഹത്യ ചെയ്തില്ലേ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്. അമ്മ ഫോൺ മേടിച്ച് വെച്ചു എന്നുള്ളതാണ് കാരണം, വേറൊന്നുമില്ല. അപ്പോ പറഞ്ഞു വരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു, കൊച്ചു കൊച്ചു കാര്യങ്ങള്. ഇപ്പോ വഴക്ക് പറഞ്ഞത്, ചെറിയൊരു വാക്ക് പറഞ്ഞത്, പണ്ട് തല്ലിയാ പോലും കുഴപ്പമില്ലായിരുന്നു അല്ലേ. എന്തോരം തല്ല് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇല്ലേ. അപ്പന്റെ അമ്മയുടെ അടുത്തുനിന്ന് മാത്രമല്ല, ഭർത്താവിന്റെ അടുത്തുനിന്ന് തല്ല് കിട്ടിയവരൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ചെറിയ കാര്യത്തിൽ പോലും ഞാൻ എൻ്റെ ഈശോയെ വേദനിപ്പിക്കുകയില്ല എന്ന് നീ തീരുമാനമെടുക്കുമോ? നല്ല സമരിയാക്കാരന്റെ ഉപമയിൽ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുറിവേറ്റ ആളെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ നല്ല സമരിയാക്കാരനാകുന്നത്? മുറിവേറ്റ ആളെ സുഖപ്പെടുത്തിക്കൊണ്ട്, മുറിവേറ്റ ആളിലേക്ക് നമ്മുടെ കരുണ ഒഴുക്കിക്കൊണ്ട് നമ്മൾ നല്ല സമരിയാക്കാരനാകുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യൻ അച്ഛനോട് ഒരു പുതിയ ചിന്ത പങ്കുവെച്ചു. മുറിവേറ്റതിന് ശേഷം സുഖപ്പെടുത്താൻ പോകുന്നതിനേക്കാൾ മുറിവേൽക്കാതെ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ നീ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സമരിയാക്കാരനായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ മുറിവേറ്റിട്ട് മുറിവേറ്റവർ ചികിത്സിക്കാൻ നടക്കാണ്. നിന്റെ കുടുംബത്തിൽ നിന്റെ ഭർത്താവിന് മുറിവേൽക്കാതിരിക്കാൻ നീ നിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുമോ? നിന്റെ ഭാര്യയ്ക്ക് മുറിവേൽക്കാതിരിക്കാൻ നീ നിന്റെ പ്രവൃത്തികളെ സൂക്ഷിക്കുമോ? ഒരു ദിവസം ഒരു ഭർത്താവ് ഭാര്യയുടെ മുറിവ് ഇങ്ങനെ ഭാര്യയുടെ മുറിവില് കുഴമ്പ് തേച്ച് കൊടുക്കാണ്. അച്ഛൻ്റെ കണ്ണു നിറഞ്ഞുപോയി. നിങ്ങളുടെ ഭർത്താക്കന്മാര് കുഴമ്പ് തേച്ച് തരാറുണ്ടോ? ഇങ്ങനെ ശരീരത്തിൽ കാലിൽ വലിയ വടു കിടക്കാണ്. അപ്പൊ അതില് ഭർത്താവ് കുഴമ്പ് തേച്ച് കൊടുക്കാണ്. കണ്ട കൊതിയായിപ്പോ. എന്ത് നല്ല ഭർത്താവ്. അച്ഛൻ പറഞ്ഞു, ചേച്ചിയുടെ ഒരു ഭാഗ്യം. പിന്നെ ഇന്നലെ ചേട്ടൻ തല്ലിയതിന്റെ വടുവാണ് അച്ഛൻ. ചേട്ടൻ അത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തല്ലാതിരുന്ന പോലെയിരുന്നു. മുറിവ് തലേ ദിവസം കള്ള് കുടിച്ച് തല്ലി, ഓക്കെ. പിറ്റേ ദിവസം ബോധം വന്നപ്പോ കാലത്ത് ഭാര്യ എഴുന്നേക്കുന്നില്ല. എന്ത് പറ്റിയടി? നടുവേദന. അയ്യോ, കുഴമ്പിട്ട് തരാല്ല. വേണ്ട, ഇന്ന് തല്ലാതിരുന്നാ മതി. പ്രിയപ്പെട്ടവരെ, മുറിവേൽക്കാതെ നോക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നിനക്ക് ഈശോയെ ഒരു കാര്യത്തിലും ഞാൻ മുറിവേൽപ്പിക്കുകയില്ല എന്ന് തീരുമാനമെടുത്ത് ആ ഒരു ജാഗ്രതയോടുകൂടെ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നിനക്ക് ആ ജാഗ്രത നിന്റെ ചുറ്റുപാടുമുള്ളവരിലേക്ക് കൂടെ വ്യാപിപ്പിക്കാൻ സാധിക്കുമെന്നത് ഒരു സത്യം കൂടെയാണ്, ഒരു സത്യമാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, കർത്താവിന് മുറിവേൽപ്പിക്കുന്ന കാര്യത്തിൽ പോലും നീ ശ്രദ്ധിക്കുന്നില്ല. തോന്നിയത് പറയുന്നു, തോന്നിയത് ചെയ്യുന്നു, ഇഷ്ടം പോലെ കൽപ്പനകൾ ലംഘിക്കുന്നു. അങ്ങനെ കർത്താവിനെ നീ മുറിവേൽപ്പിക്കുന്നു. പിന്നെ നീ മനുഷ്യന്റെ കാര്യം ശ്രദ്ധിക്കുവോ?
അതാണ് ദൈവസ്നേഹം പരസ്നേഹമായി രൂപാന്തരപ്പെടുന്നത്. അങ്ങനെയാണ്. അപ്പോൾ മൂന്നാം തലം എന്ന് പറയുന്നത്, ഒരു കാര്യത്തിലും ഞാൻ എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല. നമ്മൾ 7 സദനങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ ചോദിക്കട്ടെ, നമ്മൾ ഈ മൂന്നാം സദനത്തിലെങ്കിലും എത്തിയോ? പോട്ടെ, 3 പോട്ടെ, 2-ലെങ്കിലും എത്തിയോ? അറിഞ്ഞുകൊണ്ട് ഞാൻ വേദനിപ്പിക്കുകയില്ല എന്ന് പറയുന്ന തലത്തിലെങ്കിലും നീ കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി 4-ാമത്തെ തലം എന്ന് പറയുന്നത്, ഞാൻ വേദനിപ്പിക്കുകയില്ല എന്ന് മാത്രമല്ല, ഈശോയെ പ്രതിയുള്ള സ്നേഹം മൂലം ഞാൻ എന്തും ചെയ്യാൻ, എന്തും അവിടത്തേക്ക് വേണ്ടി ചെയ്യാൻ, എന്നെ തന്നെ മറക്കാൻ, മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് രാവും പകലുമില്ലാതെ ഈശോയ്ക്ക് വേണ്ടി ഓടി നടക്കാൻ, അധ്വാനിക്കാൻ ഞാൻ ഒരു ചിത്രശലഭത്തെ പോലെ, ചിത്രശലഭം ഈ പൂമ്പാറ്റയായിട്ട് മാറിയതിന് ശേഷം അത് പിന്നെ വിശ്രമിക്കുന്നില്ലെന്ന് പറയുന്നത്, പിന്നെ അത് മരണം വരെ ഈ പറന്നു നടക്കുകയാണ്. അതുപോലെ കർമ്മനിരതനായിത്തീരാൻ ഞാൻ തയ്യാറാണോ? എന്റെ അധ്വാനം കർത്താവിന് വേണ്ടിയിട്ടുള്ളതാണോ? അങ്ങനെ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ദൈവത്തിന് വേണ്ടിയായി തീരും എന്ന് പറയുന്നതാണ് 4-ാമത്തെ തലം. ഈ 4-ാമത്തെ തലത്തിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ, 4 തലങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നീടുള്ള 3 തലങ്ങൾ കർത്താവിന്റെ പ്രവർത്തനങ്ങളുടെ 3 തലങ്ങളാണ്. മരക്കൊമ്പിൽ സഖ്യവൂസ് ചെന്നിരുന്നു. ഇനി കർത്താവ് വരുന്നത് വരെ അവൻ അവിടെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടിട്ടേ ഞാൻ മടങ്ങൂ എന്ന തീരുമാനത്തോടുകൂടെ മരക്കൊമ്പിൽ അവൻ ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ എത്ര സമയം കാത്തിരുന്നു അറിയില്ല. എത്ര ദിനരാത്രങ്ങൾ കാത്തിരുന്നു, എത്ര മാസങ്ങൾ, എത്ര വർഷങ്ങൾ, എത്ര ദശാബ്ദങ്ങൾ അറിയില്ല. ഒരു ഉത്തരമേ ഉള്ളൂ അതിന്, അവൻ വരുന്നത് വരെ അവനോടുള്ള പ്രണയത്തിന്റെ ചൂട് പിടിച്ച്, അവനോടുള്ള പ്രണയത്തിന്റെ അപ്പം രുചിച്ച് തളരാതെ അവൻ കാത്തിരുന്നു. കാത്തിരുന്നവന്റെ അടുത്തേക്ക് കർത്താവ് വന്നു, അവന്റെ പേര് വിളിച്ചു, അവന്റെ കൂടെ യാത്ര ചെയ്ത് അവന്റെ വീട്ടിലിരുന്ന് അവന്റെ ഒപ്പം ഭക്ഷണം കഴിച്ചു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് നിനക്ക് തളരാതിരിക്കണമെങ്കിൽ നീ ആരെയാണോ കാത്തിരിക്കുന്നത്, ആരുമായിട്ടുള്ള പ്രണയത്തിലാണോ നീ ആയിരിക്കുന്നത്, അയാളുടെ ഗുണങ്ങൾ നീ ഓർക്കണം. ചില ആളുകൾ പള്ളിയിൽ പോകുമ്പോ ചില ആളുകൾ ചോദിക്കും, പ്രാർത്ഥിക്കുമ്പോ ചില ആളുകൾ ചോദിക്കും, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്, ഇത്ര സമയം നീ ഇരിക്കുന്നത് എന്തിനാണ്? ഒരു മകള് മുറിയുടെ മുമ്പിൽ ക്യൂവിലിരിക്കുകയാണ്. അവള് കാനഡയിൽ നിന്ന് അവധിക്ക് വന്നതാണ്. അവളുടെ ഫ്രണ്ട് കാനഡയിലാണ്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് മെസ്സേജ് വന്നു, നീ എവിടെയാണ്? ഞാൻ പള്ളിയുടെ മുമ്പിലാണ്. എത്ര നേരമായിരിക്കുന്നു? 6 മണിക്കൂറായി കാത്തിരിക്കുന്നു. എത്താറായി. നിനക്ക് വട്ടില്ലേ വെക്കേഷന് പോയിട്ട് പള്ളിയുടെ മുമ്പിൽ പോയി ക്യൂവിലിരിക്കാൻ? ആകെ 2 ആഴ്ച വെക്കേഷനുള്ളൂ. അതിൽ ഒരു ദിവസം മുഴുവനും ഇവിടെ പോയിരിക്കാൻ നിനക്ക് വല്ലയിടത്തും വല്ല പിക്നിക്കിന് പോയിക്കൂടെ? നിനക്ക് കറങ്ങി നടക്കാൻ പോയിക്കൂടെ? അപ്പോ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിലിരിക്കുന്നത് പാഴാണെന്ന് കരുതുന്ന ചില ആളുകൾ ലോകത്തിലുണ്ട്. പല പ്രലോഭനങ്ങളും കർത്താവിലേക്ക് വരാതിരിക്കാൻ നമുക്കുണ്ടാകും. ഈശോയോട് അടുക്കും തോറും പ്രലോഭനങ്ങൾ കൂടും. വചനം പറയുന്നത് പോലെ കർത്തൃ ശുശ്രൂഷയ്ക്കൊരുങ്ങുമ്പോൾ പ്രലോഭനങ്ങളെ നേരിടാൻ തയ്യാറായി കൊള്ളുക. ഹല്ലേലൂയ. അപ്പോൾ അമ്മ ത്രേസ്യ പറയും, ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിൽ നീ ആഴപ്പെടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഒരു ഉദാഹരണത്തിന്, ഈ വചനം ഇങ്ങനെ മടുപ്പ് കൂടാതെ കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഈശോ എത്രമാത്രം നല്ല സ്നേഹിതനാണെന്ന് മനസ്സിൽ ധ്യാനിക്കണം. ഒന്നാമതായി നമ്മൾ പറഞ്ഞു, അവൻ എന്നെ സഹായിക്കുന്ന സ്നേഹിതനാണ്. ഈ ലോകത്തിൽ വേറെ ആര് എന്റെ അടുക്കലേക്ക് ഓടി വരുന്നതിന് മുമ്പ് ഓടിയെത്തുന്നവനാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോ അതാണ് ഒന്നാമത്തെ കാര്യം. അവൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ സ്നേഹിതനാണ്. നീ സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ
അവിടെ നിനക്ക് വേണ്ടി അപ്പം കൊണ്ടുവരാൻ ദൈവം ദൂതനെ അയക്കും. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ ഓർത്തല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തീച്ചൂളയിലാണ് കിടക്കുന്നതെങ്കിൽ നിന്റെ ഒപ്പം നിൽക്കാൻ, ഈ തീച്ചൂളയിൽ ആ തീ നിന്നെ ബാധിക്കാതിരിക്കാൻ നിന്നെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു സ്നേഹിതനായി കർത്താവ് അവിടെ ഉണ്ടാകും. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. ഒന്ന് മനസ്സിൽ ധ്യാനിക്കുന്നത് നല്ലതാണ്. നിന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എത്രയോ വട്ടമാണ് കർത്താവ് ഒരു സ്നേഹിതനെ പോലെ നീ വീണുകിടന്ന സിംഹക്കുഴിയിലും നീ വെട്ടുപോയ തീച്ചൂളയിലും നിന്നെ സംരക്ഷിച്ചിട്ടുള്ളത്. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്ന സ്നേഹിതനാണ്. ഈ ലോകം നമ്മെ ഭയപ്പെടുത്തുമ്പോ, ഈ ലോകം നമ്മോട് പറയും നിനക്ക് ഭാവിയില്ല, നീ തീർന്നു എന്ന് പറഞ്ഞ് നമ്മെ ഭയപ്പെടുത്തുമ്പോ കർത്താവ് പറയും നീ ഭയപ്പെടണ്ട. നമുക്കറിയാം, അമ്മ ത്രേസ്യ ശവപ്പെട്ടിയിൽ കിടത്തിയതാണ് ലോകം. അമ്മ ത്രേസ്യയെ ഒരു ശവപ്പെട്ടിയിൽ കിടത്തി, മരിച്ചു എന്ന് വിധ എഴുതി കുഴിയെടുത്തു. അറിയാലോ, 3 ദിവസം അമ്മ ത്രേസ്യക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരുന്നു, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നു. അത് മൂർച്ഛിച്ച് അമ്മ ത്രേസ്യ ബോധം കെട്ടു. 3 ദിവസം അബോധാവസ്ഥയിലായി. ഒന്ന് പിടിച്ചു നോക്കിയവരൊക്കെ പറഞ്ഞു തീർന്നെന്ന് പറഞ്ഞു. ശവപ്പെട്ടി മേടിച്ചു, ഒരുക്കി കിടത്തി. കുഴിയിലേക്ക് എടുക്കുന്നതിന് അല്പസമയം മുമ്പാണ് ഒരു അനക്കം കണ്ട് ശ്രദ്ധിച്ചത്. പ്രിയപ്പെട്ടവരെ, ലോകം നിന്നെ ശവപ്പെട്ടിയിൽ പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ടെങ്കിലും ആ പുതപ്പിച്ച് കിടത്തിയിടത്ത് നിന്ന് ആ പുതപ്പ് മാറ്റി നിന്നെ ഉയർപ്പിക്കാൻ തക്കവിധം നിന്നെ ശക്തിപ്പെടുത്തുന്ന, ആ ശവപ്പെട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ തക്കവിധം നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു കർത്താവ് നിന്റെ സ്നേഹിതനായി നിന്റെ കൂടെണ്ടെന്ന് ഓർത്തു പ്രാർത്ഥിച്ചോ, ഉച്ചത്തിൽ വിളിച്ചോ, ഈശോയേ. അമ്മ ത്രേസ്യയെ ഈശോ ശക്തിപ്പെടുത്തി. എങ്ങനെയാണ് ശക്തിപ്പെടുത്തിയത്? സഹനങ്ങൾ കൊടുത്തുകൊണ്ട് ശക്തിപ്പെടുത്തി. അവളുടെ ഹൃദയം ഒരു മാലാഖയെ അയച്ച് കുത്തിമുറിവേൽപ്പിച്ചുകൊണ്ട് തന്റെ സ്നേഹം, അമ്മ ത്രേസ്യ അതിനെ പറയുന്നത്, അമ്മ ത്രേസ്യ ഈശോയോട് പറയാണ്, ഈശോയെ നിന്റെ തലോടലിന് നന്ദി, പക്ഷെ ഇത്രയും വേണ്ടായിരുന്നു. ഈശോയുടെ തലോടൽ എന്നാണ് ആ മാലാഖയുടെ അമ്പുകൊണ്ടുള്ള ആ തുളച്ചു കയറ്റത്തെ, ആ മുറിവിനെ അമ്മ ത്രേസ്യ വിശേഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ഈശോ അവളെ ശക്തിപ്പെടുത്തി. പിന്നെ പറയാണ്, നമ്മൾ ധ്യാനിച്ചതാണ്, നമ്മൾ റിവിഷൻ നടത്തുകയാണ്, ഈശോ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹിതനാണ്. ലോകം മുഴുവനും നമ്മളെ ഉപേക്ഷിച്ചാലും, നമ്മൾ ഒരു ചെളിക്കുണ്ടിൽ കിടന്നാലും, എല്ലാവരും നമ്മെ വെറുക്കുന്ന, നമ്മളെ കാണുമ്പോൾ മുഖം തിരിക്കുന്നൊരവസ്ഥയായാലും മനസ്സിൽ വെച്ചോ, ദൈവം നമ്മെ ഉപേക്ഷിക്കാത്ത സ്നേഹിതനാണ്. ഈ ലോകത്ത് ഉള്ള ആളുകൾ ഉപേക്ഷിക്കുന്നവരാണ്. ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടു, 1.5 മാസമായിട്ടുള്ളൂ കുഞ്ഞ് രൂപപ്പെട്ടിട്ട്. അപ്പോഴാണ് അവൾക്ക് അയർലൻഡിലെ വിസ കിട്ടിയത്. ഒത്തിരി നാളായിട്ട് കാത്തിരുന്ന് OET കഷ്ടപ്പെട്ട് എഴുതി അവസാനം DL ഒരു പ്രാവശ്യം എടുത്തു. അതിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ DL എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ OETയുടെ കാലാവധി എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വിസ കിട്ടിയപ്പോഴാണ് അറിയുന്നത് 1.5 മാസം പ്രഗ്നന്റ് ആണ്. തീരുമാനമെടുക്കുകയാണ്, ജോലി മതി. ജോലി ഉണ്ടെങ്കിലല്ലേ, നല്ല നല്ല ലോജിക്കുകൾ മനസ്സിലേക്ക് വരും. ജോലി ഉണ്ടെങ്കിലല്ലേ കൊച്ചിനെ വളർത്താൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു തീരുമാനമെടുത്തു, ഉപേക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞ്, അമ്മയുടെ ഉദരത്തിലിരിക്കുന്ന കുഞ്ഞ് എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ആ കുഞ്ഞിരിക്കുന്നത്. ഈ അമ്മ എന്നെ ലാളിക്കും, ഈ അമ്മ എന്നെ താരാട്ട് പാടും. അമ്മയുടെ ഉദരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഈ കുഞ്ഞിന്. പ്രിയപ്പെട്ടവരെ, നരകമാക്കി, മരണത്തിന്റെ, ജീവന്റെ ഇടം
മരണത്തിന്റെ ഇടമാക്കി മാറ്റുന്ന ആളുകളാണ്. കോടിക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഓരോ വർഷവും നമ്മൾ മനുഷ്യർ കൊന്നു തള്ളുന്നത്. ഉപേക്ഷിക്കുന്നവരാണ്. കർത്താവ് നമ്മെ ഒരു കാര്യത്തിലും ഉപേക്ഷിക്കാത്തവനാണ്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അനാഥ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്? അപ്പനും അമ്മയും മരിച്ചത് കൊണ്ട് മാത്രമാണോ കുഞ്ഞനാഥമായത്? അപ്പൻ ജീവിച്ചിരിക്കുമ്പോ, അമ്മ ജീവിച്ചിരിക്കുമ്പോ കുഞ്ഞ് അനാഥൻ എന്ന് വിളിക്കപ്പെടുന്നത് ഈ ഉപേക്ഷിക്കലുകൾ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പ്രായമായിട്ടുള്ളവരെ നോക്കാൻ ആളില്ലാത്തത്? എവിടെയൊക്കെയോ, എല്ലാവരുടെയും കഥയല്ല പറയുന്നത്, ആരൊക്കെയോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, ഉപേക്ഷിക്കപ്പെട്ടത് കൊണ്ട് അവരൊറ്റയ്ക്കായതാണ്, തനിച്ചായതാണ്. അപ്പോൾ വൃദ്ധമന്ദിരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്, അനാഥ മന്ദിരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. ഓരോ വിവാഹമോചനവും എന്താണ്? ഉപേക്ഷിക്കലാണ്. ഉപേക്ഷിച്ചു. അപ്പോൾ ഉപേക്ഷിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഉപേക്ഷിക്കാത്ത ഒരു സ്നേഹിതൻ. അപ്പൻ നിന്നെ മറന്നാലും, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മൾ മൂന്നാമതായി പറഞ്ഞത്. നാലാമതായി നമ്മൾ പറഞ്ഞു പൂർണ്ണമായും മനസ്സിലാക്കുന്ന സ്നേഹിതൻ. നമ്മുടെ മനസ്സിന്റെ ഭാരം മക്കള് മനസ്സിലാക്കുന്നില്ലച്ചോ, ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, ഭാര്യ മനസ്സിലാക്കുന്നില്ല, എന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് എന്റെ കൂട്ടുകാരൻ മനസ്സിലാക്കുന്നില്ല, എന്റെ കൂട്ടുകാരി മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കിയപ്പോ വളരെ വൈകിപ്പോയി. ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, 18ാമത്തെ വയസ്സില് ഇറങ്ങി ഓടിയതാണ്, ഒളിച്ചോടിപ്പോയതാണ്. ഇപ്പോ 2 കുട്ടികളൊക്കെയായി തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 3-6 വർഷമായി. ഇപ്പോഴാണോ മനസ്സിലായത്? ഇപ്പോഴാണ് മനസ്സിലായത്. അന്ന് പറഞ്ഞതാണ് മോളെ വേണ്ട, മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായി. 6 വർഷം കഴിഞ്ഞു, 2 കുട്ടികളായപ്പോ ബോധം വന്നു. ഇപ്പൊ വീട്ടിൽ നിൽക്കാണ്, തിരിച്ചു വന്ന് വീട്ടിൽ നിൽക്കാണ്. അപ്പനും അമ്മയും പറയാണ്, അവള് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോ വരണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞായി പോയില്ലേ, നമ്മുടെ കുഞ്ഞല്ലേ. ഇപ്പൊ അവള് പറയാണ്, അപ്പന്റെയും അമ്മയുടെയും സ്നേഹം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല കാര്യം, തെല്ലോളം വൈകിയാലും ബുദ്ധി വന്നല്ലോ. പ്രിയപ്പെട്ടവരെ, കർത്താവ് മനസ്സിലാക്കാൻ വൈകുന്നവനല്ല, വൈകി മനസ്സിലാക്കുന്നവനല്ല. കർത്താവ് നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നിന്റെ പേരും രൂപവും അറിഞ്ഞവനാണ്, മനസ്സിലാക്കുന്നവനാണ്. നിന്നെ നന്നായി മനസ്സിലാക്കുന്ന നിന്റെ ദൈവമുണ്ട്. നിന്റെ ശക്തി അറിയുന്ന, നിന്റെ കഴിവറിയുന്ന, നിന്റെ കുറവറിയുന്ന സ്നേഹിതനാണ് ദൈവം. ഏറ്റവും ഒടുവിൽ നമ്മൾ ധ്യാനിച്ചത് അവിടുന്ന് നമ്മെ നല്ല വഴിക്ക് നയിക്കുന്ന സ്നേഹിതനാണ് എന്നതിനെ കുറിച്ചാണ്. അമ്മ ത്രേസ്യയെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധ്യാനിച്ചിരുന്നു. അത് നരകത്തെ കുറിച്ചുള്ള ദർശനമാണ്. ഓർക്കുന്നുണ്ടോ നിങ്ങള്? നരകത്തെ കുറിച്ചുള്ള ദർശനത്തിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ 1-2 പേര് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത്രയും നാള് മരിച്ചാ മതി എന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് അച്ഛൻ. ഇപ്പൊ മരിച്ചു കഴിഞ്ഞാലും രക്ഷയില്ലല്ലോ എന്ന് ഓർത്തപ്പോ കുറച്ച് ആള് കൂടി ജീവിച്ചിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നരകത്തെ കുറിച്ചുള്ള ദർശനമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതായത് ഈശോ നല്ല വഴിക്ക് നയിക്കുന്ന സ്നേഹിതനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അമ്മ ത്രേസ്യ പറയുകയാണ്, ഈശോ ഒരു സ്നേഹിതനാണ്, നമ്മെ വീരോചിതമായ പ്രവർത്തികൾക്ക് പ്രചോദനം നൽകുന്ന സ്നേഹിതനാണ്. കൈയടിച്ച് നന്ദി പറയാം. ഈശോ നമുക്ക് എന്ത് തരുന്നു? വീരോചിതമായ പ്രവർത്തികൾ, ഗ്രേറ്റ് ആക്ഷൻസ്. ഇൻസ്പയേഴ്സ് us for great action. വലിയ പ്രവർത്തികൾ ചെയ്ത് വലിയവരാകാൻ വേണ്ടി ഈശോ നമുക്ക് പ്രചോദനം തരികയാണ്. അച്ഛനറിയാം, ഒരു ഭർത്താവ്
അദ്ദേഹം കല്യാണം കഴിച്ചത് ഭാര്യ TTC ഒക്കെ പഠിച്ചതിന് ശേഷം ഒരു ജോലിയൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. 18 വയസ്സ് പഠിച്ചു കഴിഞ്ഞ സമയത്ത് തന്നെ ഇദ്ദേഹം കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം കുട്ടിയായി. പക്ഷേ ഈ ഭർത്താവ് ഈ സഹോദരിയോട് പറഞ്ഞു, എടി നീ പഠിക്കണം. അങ്ങനെ പഠിച്ചു. പഠിച്ചതിന് ശേഷം വീണ്ടും പറഞ്ഞു ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞ് ഡിഗ്രി പഠിപ്പിച്ചു. അതിനുശേഷം വേറെ കോഴ്സുകൾ പഠിപ്പിച്ചു. ജോലി കിട്ടി. അവസാനം വെഹിക്കിൾ ഇൻസ്പെക്ടറായതിനു ശേഷം വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകാൻ വേണ്ടി വണ്ടി ഓടിക്കാൻ പഠിക്കണം. ഒരു ദിവസം അച്ഛൻ ചോദിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഭാര്യയെ JCB ഓടിക്കാൻ പഠിപ്പിക്കുകയാണെന്ന്. കാരണം ഈ JCB ഓപ്പറേഷൻ പോലും അറിഞ്ഞിരിക്കണം, വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോ ഭാര്യയെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വീരോചിതമായ പ്രവർത്തികൾക്ക് വേണ്ടി അങ്ങനെ പഠിപ്പിച്ച് ഏകദേശം RTO വരെ ആകാറുള്ള ഒരു സ്റ്റേജിലേക്ക് സഹോദരൻ കൊണ്ടുചെന്നെത്തിച്ചു. ഭാര്യയെ ഇങ്ങനെ വീരോചിതമായ, അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. ഭാര്യയോട് ചില ആളുകളുണ്ട്, എടി നീ OIT പഠിക്കടി എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഭാര്യയുടെ ചെലവിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് വീരോചിതമായ പ്രവൃത്തികൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇത് ഭാര്യയ്ക്ക് നല്ല ഒരു വളർച്ച ഉണ്ടാകണം, സ്റ്റാറ്റസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഭർത്താവ്? അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലേ, ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അതുപോലെ തന്നെ ഭർത്താവിന് നല്ല ജോലി കിട്ടണം, ഭർത്താവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന് വ്യക്തിപരമായി അറിയാവുന്ന കഥകളാണ് അച്ഛൻ പറയും. ഭർത്താവിനെ പ്രോത്സാഹിപ്പിച്ച ചേട്ടൻ കുറച്ച് ഒരു PhD എടുക്ക്, ചേട്ടൻ്റെ ഒരു പ്രോജക്റ്റ് എഴുത്, അല്ലെങ്കിൽ പഠിക്ക്, മുന്നോട്ട് പോ എന്നൊക്കെ പറഞ്ഞ് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാര്യ. ഇനി മക്കളെ നിങ്ങൾ എന്തോരം വേണമെങ്കിലും പഠിച്ചോ, എന്ത് പ്രോത്സാഹനം വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ് പിറകിൽ നിൽക്കുന്ന മാതാപിതാക്കള് ഇല്ലേ? മക്കളെ വീരോചിതമായ പ്രവർത്തികൾക്ക് മുന്നോട്ട് തള്ളിവിടുന്ന, എന്തു വേണമെങ്കിലും നമ്മൾ പട്ടിണി കിടന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, കുഞ്ഞുമക്കൾ പഠിച്ചോ എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. വിരോചിതമായ, അങ്ങനെയാണ് പലരും നമ്മുടെ നാടുകളിലൊക്കെ പലരും പഠിച്ചു വളർന്നത്. ഈ അപ്പനും അമ്മയും അല്ലെങ്കിൽ പറയാണ്, മോനെ എവിടെ വേണമെങ്കിലും പോകാൻ നോക്കിക്കോ, നമ്മുടെ വീടും പറമ്പും ഒക്കെ നമുക്ക് പണയം വെച്ചിട്ട് കൊച്ചു പോയിക്കോ എന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി ഈ ലോൺ എടുക്കാൻ വേണ്ടി അപ്പന്മാരും അമ്മമാരും ഓടി നടക്കുന്നത് മക്കൾക്ക് വലിയ ഉയർച്ച ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലേ? കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പോൾ അങ്ങനെയുള്ളവരെ, നമ്മളെ വലിയ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കുന്നവരെ നമ്മൾ എത്രമാത്രം സ്നേഹത്തോടു കൂടെ നോക്കും. എൻ്റെ അച്ഛോ സ്നേഹത്തോടു കൂടെ നോക്കിയില്ലേലും കുഴപ്പമില്ല, ഞങ്ങൾ ഇത്രമാത്രം പ്രചോദനം നൽകിയിട്ടും ഒന്നും തന്നില്ല, നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു ചുക്കും അറിഞ്ഞുകൂടാന്നാണ് കാനഡയിൽ ഇരുന്ന് പാവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് ചോദിക്കുമ്പോൾ ഉത്തരവില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രചോദനവും കൊടുത്ത് ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ട് എത്തിച്ചു കഴിയുമ്പോൾ അത് മറന്നു പോകുന്ന മക്കളുണ്ട്. എത്ര നന്ദികേടാണ്, അല്ലേ? കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് വിഷമം തോന്നിയില്ലേ? ഇനി അവിടെ നിൽക്കട്ടെ. നമ്മളെ കുറിച്ച് കർത്താവിന്റെ പദ്ധതി എന്താണ്? നമ്മൾ ഓരോരുത്തരും വലിയ പ്രവർത്തികൾ ചെയ്യണമെന്നാഗ്രഹിച്ച് കർത്താവ് നമ്മെ പ്രചോദനം തന്ന് നമ്മെ തള്ളി മുൻപിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓർക്കണം പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നമ്മെ വീരോചിതമായ പ്രവർത്തികൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അമ്മ ത്രേസ്യ ഇത് പറയാൻ, അമ്മ ത്രേസ്യക്ക് തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാരണങ്ങളുണ്ട്. അമ്മ ത്രേസ്യ എഴുതുകയാണ്, കന്യാസ്ത്രീയാവുക എന്നത്രയും വെറുപ്പുള്ള ഒരു സംഗതി എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന്. ഹല്ലേലൂയ. ആരാ എഴുതിയിരിക്കുന്നത്? കന്യാസ്ത്രീ ആവുക എന്നത്രയും വെറുപ്പുള്ള ഒരു സംഗതി എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ കർത്താവ് പ്രചോദനം തന്ന് ലോകത്തിലുള്ള എല്ലാവരും നീ കോൺവെന്റിൽ പോകരുതെന്ന് പറഞ്ഞപ്പോഴും
രാത്രി ആരും കാണാതെ ഒളിച്ചോടി കോൺവെന്റിലേക്ക് പോകാൻ പറ്റുന്ന വിധത്തിൽ അവിടെ നിന്ന് എന്റെ ഉള്ളിൽ ഒരു തീ കോരിയിട്ടു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്നിട്ടും തീർന്നില്ല. കർത്താവ് അവളെ പുതിയ മഠം സ്ഥാപിക്കാനായിട്ട് പ്രചോദനം കൊടുത്തു. പറഞ്ഞു, നീ മരുഭൂമിയിലെ പിതാക്കന്മാര് കർമ്മലീത്ത സഭയിലെ ആദ്യ ചൈതന്യത്തിൽ ജീവിച്ചതുപോലെ ജീവിക്കുന്ന ഒരു സഭ നീ രൂപപ്പെടുത്തണം. അങ്ങനെ അവൾക്ക് പ്രചോദനം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ 67 വർഷമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. 1515 മുതൽ 1582 ഒക്ടോബർ 4 തീയതി മരിക്കുന്നത് വരെ 67 വയസ്സ്. ഈ 67 വയസ്സിനുള്ളിൽ അമ്മ ത്രേസ്യ 17 മഠങ്ങളും, സ്ത്രീകൾക്ക് വേണ്ടി 17 മഠങ്ങളും പുരുഷന്മാർക്ക് വേണ്ടി 15 ആശ്രമങ്ങളും ഈ അമ്മ ത്രേസ്യയുടെ നേതൃത്വത്തില് അമ്മ ത്രേസ്യ പണിതു, ഒരുക്കി. അതിനുവേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടി. അമ്മ ത്രേസ്യക്ക് ഈ പ്രചോദനം, ഈ വലിയ കാര്യത്തിനുള്ള പ്രചോദനം ആരാണ് കൊടുത്തത്? ദൈവമാണ്, ഈശോയാണ് കൊടുത്തത്. അതുകൊണ്ടാണ് അമ്മ ത്രേസ്യ പറയുന്നത്, ദൈവം നമ്മെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രചോദിപ്പിക്കുന്നവനാണ്. ബൈബിൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ബലഹീനതകളെ പരിഗണിക്കാതെ ദൈവം ഇതാ മോശ, 80 വയസ്സുള്ള മോശ, ഒരു ആട്ടിടയൻ, സ്വന്തമായിട്ട് ആടില്ലാത്ത ഒരു മോശ, മരുഭൂമിയിൽ അമ്മായപ്പന്റെ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മോശ. അവൻ കൂലിപ്പണിക്കാരനാണ്. സ്വന്തം ആടിനെയല്ല, അമ്മായപ്പന്റെ ആടിനെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പിന് പോകുന്നവന്റെ വില പോലും ഇല്ലാത്ത, തൊഴിലുറപ്പിന് പോകുന്നവർക്ക് വിലയില്ല എന്നല്ല അച്ഛൻ പറഞ്ഞ, കൂലിയുടെ കാര്യമാണ്. അവന് വലിയ ശമ്പളമൊന്നുമില്ല, അവന് വലിയ സാലറി ഒന്നുമില്ല, അവനൊരു സാധാരണ പണിക്കാരൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള മോശയെ വിളിച്ചിട്ട് ദൈവം ഒരു വലിയ പ്രവൃത്തിക്ക് ശക്തി കൊടുത്തു. എന്താണ് ആ പ്രവൃത്തി? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു ജനതയാക്കി രൂപപ്പെടുത്തി എന്നെ ആരാധിക്കാൻ കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചത്? ദൈവത്തെ ആരാധിക്കാൻ ഒരു ജനതയാക്കി അവരെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. മനസ്സിലിരിക്കട്ടെ, അവർക്ക് സുവിശേഷിക്കാൻ വേണ്ടിയല്ല, ആരാധിക്കുന്നവരാകാൻ വേണ്ടി. അപ്പോൾ ഈ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം മോശയെ തെരഞ്ഞെടുത്തു, മോശയ്ക്ക് പ്രചോദനം കൊടുത്തു. തുടർന്ന് നമ്മൾ കാണുകയാണ് ജോഷ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ജെറീക്കോ നഗരത്തിന്റെ കൊത്തളങ്ങൾക്ക് മുൻപിൽ ജോഷ പകച്ചു നിൽക്കുകയാണ്. കാരണം 30 അടി പൊക്കത്തിലാണ് മതില്. 30 അടി പൊക്കമുള്ള മതിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏകദേശം 6 അടി വീതിയിലാണ്. അതായത് ഒരു കാറ് സുഖമായിട്ട് പോകാവുന്ന അത്രയും വീതിയില് ഉള്ള മതില്, 30 അടി പൊക്കത്തിൽ നിൽക്കുന്ന ഈ മതില് കടന്നിട്ട് വേണം ജെറീക്കോ നഗരത്തിൽ കാലുകുത്താൻ. ജോഷ പകച്ചു നിൽക്കുമ്പോ കർത്താവ് പറയുന്നു, നീ ഇതിന്റെ ചുറ്റും നടന്നാ മതി. പാട്ടും പാടി ഈശോയേന്ന് വിളിച്ച് ഹല്ലേലൂയ പറഞ്ഞ് ചുറ്റും നടന്നാ മതി. പ്രചോദനം കൊടുക്കുകയാണ്. അങ്ങനെ 6 ദിവസം ഓരോ പ്രാവശ്യവും, 7-ാം ദിവസം 7 പ്രാവശ്യവും, അങ്ങനെ 13 പ്രാവശ്യം ഈ 30 അടി പൊക്കമുള്ള മതിലിന് ചുറ്റും ജോഷയുടെ നേതൃത്വത്തിൽ ജനം ചുറ്റും നടന്നപ്പോ ആ ജെറീക്കോയുടെ മതിലുകൾ തകർന്നു വീണത് ചരിത്രമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ ദൈവം ജോഷുവയ്ക്ക് പ്രചോദനം കൊടുത്തു. ദാവീദിന്, ആട്ടിടയനായിരുന്ന ദാവീദിന് ഗോലിയാത്തിനെ നേരിടാൻ ഡു എ ഗ്രേറ്റ് വർക്ക്, വലിയൊരു കാര്യം. രാജാവ് വിചാരിച്ചിട്ട് നടക്കാത്തത്, സൈന്യം വിചാരിച്ചിട്ട് നടക്കാത്തത്, ആട്ടിടയനായ ബാലനായ ദാവീദിനെ കൊണ്ട് ദൈവം പ്രചോദനം കൊടുത്ത് പറയുകയാണ്, നീ എന്റെ നാമത്തിൽ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എസ്തറിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എസ്തർ എന്ന് പറയുന്നത് ഒരു അനാഥ കുട്ടിയായിരുന്നു. അവളുടെ അപ്പനും അമ്മയൊക്കെ ഭരിച്ചു. യഹൂദ കുട്ടിയാണ്, പെൺകുട്ടി. അവൾ വളരുന്നത് അവളുടെ പേരപ്പന്റെ കൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവളെ ദൈവം രാജാവിന്റെ
കൊട്ടാരത്തിലേക്ക് എടുക്കുകയും അവളെ റാണിയാക്കി മാറ്റുകയും യഹൂദ ജനത ഒരു കാലഘട്ടത്തിൽ വംശഹത്യ നേരിടുമെന്ന ഒരു സാഹചര്യത്തിൽ ആ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ രാജാവിന്റെ മുൻപിലേക്ക് പോകാൻ രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് തന്റെ ജനത്തിന് വരുമായിരുന്ന വലിയ നാശത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കാൻ ഈ എസ്തർ എന്ന് പറയുന്ന അനാഥ കുട്ടിക്ക് കർത്താവ് പ്രേരണ കൊടുത്തു. അവളെ ഒരു രാജ്യത്തിന്റെ, ഒരു വംശത്തിന്റെ, തന്റെ യഹൂദ വംശത്തിന്റെ രക്ഷകയാക്കി ദൈവം മാറ്റി. ഗോഡ് ഇൻസ്പയേഴ്സ് യു ഫോർ ഗ്രേറ്റ് ആക്ഷൻ. ദൈവം നിന്നെ വലിയ പ്രവർത്തികൾക്ക് വേണ്ടി പ്രചോദനം നൽകുന്നു. നെഹമിയ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം കേവലം രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. അതായത് ഭക്ഷണമേശയിൽ സെർവ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഭക്ഷണമേശയിൽ സെർവ് ചെയ്യുന്ന ഒരാള് എന്ന് പറയുന്നത് ഒരു രാജകൊട്ടാരത്തിലെ ഏറ്റവും ചെറിയ ജോലികളിൽ ഒന്ന് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അയാൾ കേൾക്കുകയാണ് ഇസ്രായേലിൽ ജെറൂസലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുന്നു എന്ന് കേൾക്കുമ്പോ അയാൾ രാജാവിനോട് പറയുകയാണ്, രാജാവേ, ജെറൂസലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുകയാണ്, അത് പുതുക്കി പണിയാൻ വേണ്ടി എന്നെ അനുവദിക്കണം, എനിക്ക് ലീവ് തരണം, എനിക്ക് ആവശ്യമായിട്ടുള്ള പണം തരണം, ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ തരണം. പ്രിയപ്പെട്ടവരെ, ഈ പാനപാത്രവാഹകനെ ആരാണതിന് പ്രേരിപ്പിച്ചത്? ദൈവം പ്രേരിപ്പിച്ചു. എന്നിട്ട് നെഹമിയ പോവുകയാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് 52 ദിവസങ്ങൾ കൊണ്ട് ജെറൂസലേമിന്റെ മതിലുകൾ നെഹമിയ പുതുക്കിപ്പണിതു എന്നാണ്. കൈയടിച്ച് നന്ദി പറയാം, ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ വചനം നമ്മോട് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം നിന്നെ വലിയ പ്രവർത്തികൾക്ക് വേണ്ടി, ശിഷ്യന്മാരുടെ കാര്യമെടുക്ക്, മീൻപിടുത്തക്കാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. നിങ്ങൾ ഇത്രയും നാള് കടലിൽ പോയി ജീവിച്ചിരിക്കുന്ന മീനെ പിടിച്ച് കരക്ക് കൊണ്ടുവന്ന് കൊന്നു തിന്നുന്നവരാണ്, അല്ലേ? കടലിൽ പോകുന്നു, ജീവിച്ചിരിക്കുന്ന മീനെ പിടിച്ച് കൊന്നു തിന്നുന്നു. ഇനി നിങ്ങൾ മരിച്ച മനുഷ്യരുടെ അടുത്തേക്ക് പോയി അവരെ പിടിച്ച് കൊണ്ടുവന്ന് അവരെ ജീവിക്കുന്നവരാക്കി മാറ്റും. അതാണ് മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പാപത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ പിടിച്ചിട്ട് അവരെ സ്വർഗത്തിന്റെ നിത്യതയുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് അവന് ജീവൻ കൊടുക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുന്നവരാക്കി പത്രോസിനെയും കൂട്ടരെയും അവൻ മാറ്റി. ഗോഡ് ഇൻസ്പയേഴ്സ് യു ഫോർ ഗ്രേറ്റ് ആക്ഷൻസ്. ഹല്ലേലൂയ. ഫൗസ്റ്റീന പുണ്യവതിയുടെ തിരുനാളായിരുന്നു 5-ാം തീയതി. പ്രിയപ്പെട്ടവരെ, 1926 അവൾക്ക് 19 വയസ്സുള്ള സമയം. ഫൗസ്റ്റീന ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ ആദ്യമായിട്ട് ഫൗസ്റ്റീന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെടുന്നത് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല. അവൾക്ക് ആദ്യമായിട്ട് ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ സഹിക്കുന്നവനായ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് അവളോട് ചോദിക്കുകയാണ്, നീ എത്ര നാൾ എന്നെ ഇങ്ങനെ അവഗണിക്കുമെന്ന്? ഹൗ ലോങ് വിൽ യു പുട്ട് മീ ഓഫ്? നീ എത്ര നാൾ എന്നെ ഇങ്ങനെ അവഗണിക്കും? 19-ാമത്തെ വയസ്സിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് ഒരു പ്രചോദനം കൊടുത്തിട്ട് ചോദിക്കാണ്. ആ പ്രചോദനത്തെ അവൾക്ക് പിന്നെ അവഗണിക്കാൻ കഴിഞ്ഞില്ല. അവള് കോൺവെന്റിൽ ചേരുന്നു, കന്യാസ്ത്രീയാകുന്നു. ബാക്കി ചരിത്രം നമുക്കറിയാം. ദൈവകരുണയുടെ അപ്പോസ്തലയായിട്ട് അവൾ മാറുകയാണ്. ഡാൻസ് കളിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടി. കർത്താവ് നിന്നെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രചോദിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒക്ടോബർ 4-ാം തീയതി ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളായിരുന്നു. 25-ാമത്തെ വയസ്സ് വരെ പാട്ടുപാടി നടന്നിരുന്ന, ക്ലബിൽ പോയിരുന്ന, മദ്യപിച്ചിരുന്ന ഒരു മനുഷ്യൻ. 1206 ഫ്രാൻസിസ് അസീസിക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു പള്ളിയിൽ ഇരിക്കുകയാണ്. സാൻ ഡാമിയൻ എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ദൈവം ചോദിക്കുകയാണ്, ആരെയാണ് നീ സേവിക്കാൻ പോകുന്നത്? ദൈവം പ്രചോദനം കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്റെ സഭയെ
പണിതുയർത്തുക, റീബിൽഡ് മൈ ചർച്ച്, സഭയെ പണിതുയർത്തുക എന്ന് പറഞ്ഞു. ദൈവം പ്രചോദനം കൊടുത്തു. 1208 വിശുദ്ധ ഡൊമിനിക്കിന്, ഇത് ഒക്ടോബർ മാസമാണല്ലോ, ജപമാല മാസമാണല്ലോ, വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു പ്രചോദനം കൊടുത്തു. നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്. സഭയിൽ ഉള്ള ആൽബിജൻസിയൻ പാഷണ്ഡതയ്ക്കെതിരെ നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു ആ പാഷണ്ഡത എന്നറിയാവോ? ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ പറയുകയാണ്, ഈ ഭൂമിയിൽ ആത്മാവ് മാത്രം മതി, ആത്മാവ് മാത്രമാണ് ശരി, ശരീരമെന്ന് പറയുന്നത് പിഴച്ചതാണ്, ശരീരമെന്ന് പറയുന്നത് കൊള്ളില്ലാത്തതാണ്, അതുകൊണ്ട് ശരീരത്തിന്റെ ആവശ്യമില്ല, ഈശോ മനുഷ്യ ശരീരം എടുത്തിട്ടില്ല. ആൽബിജൻസിയൻ പാഷണ്ഡത അതാണ്. ഈശോ ഒരു മാലാഖയായിരുന്നു, മനുഷ്യനായി കാണപ്പെട്ടു, അതൊരു ഷാഡോ ആയിരുന്നു. ഈശോ യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരം എടുത്തിട്ടില്ല എന്ന് പറയുകയും, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ഭൂമിയിലുള്ള സഭയടക്കമുള്ള എല്ലാ സിസ്റ്റവും അവഗണിക്കപ്പെടണം, ആത്മാവ് മാത്രമാണ് ശരിയെന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേട്ടപ്പോ കുറെ ആളുകൾക്ക് അത് ശരിയാണെന്ന് തോന്നുന്നു, അതിന്റെ പിറകെ പോകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ സമയത്ത് ഡൊമിനിക്കിന്, വിശുദ്ധ ഡൊമിനിക്കിന് 1208 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ജപമാല മണികൾ നൽകിയിട്ട് പറഞ്ഞു, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്. പ്രസംഗിച്ചിട്ട് കുറെ പ്രസംഗിച്ച് ഇവരോട് പറഞ്ഞു കൊടുക്കാൻ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. പ്രസംഗിച്ചത് കൊണ്ട് മോനെ കാര്യമില്ല, നീ പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് ജപമാല മണികൾ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ജപമാലയിൽ എന്താണ് പ്രാർത്ഥിച്ചത്? ജപമാലയിൽ പ്രാർത്ഥിച്ചത് ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങളെയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുന്നത് ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ആഘോഷമാണ്. കൈയടിച്ച് നന്ദി പറയാം. ഈശോ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ നന്മ നിറഞ്ഞവളാകുന്നത്? ഈശോ കൂടെയുള്ളത് കൊണ്ടാണ്, ദൈവം കൂടെയുള്ളത് കൊണ്ടാണ് ഒരാൾ നന്മ നിറഞ്ഞവളാകുന്നത്, നന്മ നിറഞ്ഞവരാകുന്നത്. ഈ പരിശുദ്ധ അമ്മയുടെ കൂടെ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ, ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോരുത്തരുടെയും കൂടെ ഇമ്മാനുവേലായവൻ, അതായത് മനുഷ്യാവതാരം ചെയ്തവൻ കൂടെയുണ്ടെന്നും അവൻ മനുഷ്യരൂപമെടുത്തെന്നും നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അതുകൂടാതെ നമ്മൾ പറയുകയാണ്, വിശ്വസിച്ച നീ ഭാഗ്യവതിയാണെന്ന്. പരിശുദ്ധ അമ്മ എന്താണ് വിശ്വസിച്ചത്? ഈശോയുടെ മനുഷ്യാവതാര രഹസ്യങ്ങളാണ് അവൾ വിശ്വസിച്ചത്. വചനം മാംസമാകുമെന്നും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്നും അവിടുന്ന് നിന്റെ ഉള്ളിൽ ആ വചനത്തെ മാംസമാക്കുമെന്നും അവൻ അത്യുന്നതന്റെ പുത്രനാണെന്നും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ലെന്നും ദാവീദിന്റെ രാജ്യം അവന് നൽകപ്പെടുമെന്നും കർത്താവ് നമ്മോടുകൂടെ എന്നുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്നും വിശ്വസിച്ചു. അതുപോലെ തന്നെ കുരിശിന്റെ വഴിയില്, കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോ അമ്മ വിശ്വസിച്ചു. മകന്റെ കൂടെ നിൽക്കുമ്പോ അമ്മ വിശ്വസിച്ച് കൂടെ നിന്നു. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിച്ചാൽ നീയും ഭാഗ്യവതിയാകും, അനുഗ്രഹിക്കപ്പെട്ടവനാകും, അനുഗ്രഹിക്കപ്പെട്ടവളാകും. നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലുമ്പോ ഇത് ഓർക്കണം എന്നച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണ്, ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു വചനമാണ്, ഒരു വചനബോധ്യമാണ്. നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ, റോമ 10:10 ആ വചനം. നീ ഹൃദയത്തിൽ കർത്താവ് രക്ഷകനാണെന്ന്, യേശുക്രിസ്തു രക്ഷകനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ രക്ഷ പ്രാപിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ മാതാവ് പ്രചോദനം കൊടുത്തു, നീ ജപമാല ചൊല്ല്. വിശുദ്ധ ഡൊമിനിക്കിന് പ്രചോദനം കൊടുത്തു, സഭയ്ക്ക് പ്രചോദനം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ഏറ്റവും പുതിയ കുഞ്ഞു വിശുദ്ധൻ കാർലോ അക്വിറ്റസിന് 12ാമത്തെ വയസ്സിൽ ഒരു പ്രചോദനം കിട്ടുകയാണ്. ഫൗസ്റ്റീനയ്ക്ക് എത്രാമത്തെ വയസ്സിലാണ് കിട്ടിയത്? 19ാമത്തെ വയസ്സിലാണ്. ഫ്രാൻസിസ് അസീസിക്ക്
25-ാമത്തെ വയസ്സിലാണ്. അമ്മ ത്രേസ്യയുടെ വലിയ മാനസാന്തരത്തിന്റെ പ്രചോദനം ലഭിക്കുന്നത് 39-ാമത്തെ വയസ്സിലാണ്. ഇവിടെ കാർലോ അക്യൂറ്റസിന് 12-ാമത്തെ വയസ്സിൽ ഒരു പ്രചോദനം കിട്ടുകയാണ്. മോനെ, നീ ദിവ്യകാരുണ്യ ഭക്തിയെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ആരംഭിക്കുക എന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 12-ാമത്തെ വയസ്സിൽ എന്ത് പ്രചോദനമാണ് നമ്മൾ കൊടുക്കുന്നത്? ഓക്കെ, അവിടെ നിൽക്കട്ടെ. മദർ തെരേസയ്ക്ക് പ്രചോദനം കിട്ടുകയാണ്. എത്ര വയസ്സാണെന്ന് അച്ഛൻ ഓർക്കുന്നില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിച്ച് ഇതാ പുതിയ ഒരു ജീവിതം നയിക്കാൻ മദർ തെരേസയ്ക്ക് പ്രചോദനം. പറഞ്ഞു വരുന്നത് ഇത്രയുമാണ്: കർത്താവ് നിന്നെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രചോദിപ്പിക്കുന്നുണ്ട്. കാർലോ അക്യൂറ്റസിനെ പ്രചോദിപ്പിച്ച ദൈവം ഈശോ, അമ്മ ത്രേസ്യയെ പ്രചോദിപ്പിച്ച ഈശോ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പ്രചോദിപ്പിച്ച ഈശോ, വിശുദ്ധ ഡൊമിനിക്കിനെ പ്രചോദിപ്പിച്ച ഈശോ, എല്ലാ വിശുദ്ധർക്കും പ്രചോദനമായി തീർന്ന ഈശോ. പ്രിയപ്പെട്ടവരെ, വരുന്ന 19-ാം തീയതി 7 വിശുദ്ധരെയാണ്, 7 പേരെയാണ് തിരുസഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത്. 7 പേരെയാണ്. അതിൽ കൂടുതൽ പേര് അൽമായരാണ്. 7 പേർ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഇപ്പോൾ 2 പേരെ ലിയോ 14 മാർപ്പാപ്പ ആദ്യം വിശുദ്ധരായി പ്രഖ്യാപിച്ച 2 പേരും അൽമായരാണ്. ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നവരിൽ പലരും അൽമായരാണ്. ഈ വിശുദ്ധരെയൊക്കെ, ഏതു വിശുദ്ധരെയും ഈ വലിയ പ്രവർത്തികൾക്ക് പ്രചോദിപ്പിച്ചത് ആരാണ്? ഈശോയാണ്. അവിടെ തീരുന്നില്ല കഥ. ആ ഈശോ എന്നെയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രചോദിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ഞാൻ ദൈവമഹത്വം വലിയ കാര്യങ്ങൾ ചെയ്ത് ദൈവരാജ്യത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത് ഞാൻ ദൈവമഹത്വത്തിൽ പങ്കുകാരനാകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോ അങ്ങനെയുള്ളൊരു സ്നേഹിതനാണ്. 2 ചിന്തകൾ കൂടെ ആ സ്നേഹിതനെ കുറിച്ചുണ്ട്. അച്ഛൻ അത് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കാം. 7-ാമതായി, ഈശോ തിന്മ ചെയ്യുന്നതിനെ വിലക്കുന്ന സ്നേഹിതനാണ്. എന്താണ്? തിന്മ ചെയ്യുന്നതിനെ വിലക്കുന്ന സ്നേഹിതനാണ്. 8-ാമതായി, ഈശോ കുറവുകളെ ഏറ്റെടുക്കുന്ന സ്നേഹിതനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ 8 കാര്യങ്ങളാണ് ഈശോയാകുന്ന സ്നേഹിതനെ കുറിച്ച് പറഞ്ഞത്. അതിന്റെ ഒടുവിൽ ഇന്ന് പറഞ്ഞത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ പ്രചോദിപ്പിക്കുന്ന സ്നേഹിതൻ. നമ്മൾ എന്ത് ചെയ്യണം? ഈശോ തരുന്ന ഈ പ്രചോദനം നമ്മൾ കേൾക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മുടെ അനുദിന ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ, ചെറിയ കാര്യങ്ങൾ, കൊച്ചു ത്രേസ്യ പുണ്യവാളത്തിക്ക് വലിയ കാര്യം ചെയ്യാൻ കർത്താവ് പ്രചോദനം കൊടുത്തു. അവൾക്ക് 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സമയത്ത്, അല്ലെങ്കിൽ അതിലും ചെറിയ പ്രായത്തിൽ, അവളുടെ ഉള്ളിൽ അവൾക്കൊരു പ്രചോദനം കിട്ടുകയാണ്. എന്താണ് ആ പ്രചോദനം? എനിക്ക് മിണ്ടാമഠത്തിൽ ചേരണം, എനിക്ക് കർമ്മലീത്ത സഭയിൽ ചേരണം. 13-ാമത്തെ വയസ്സിൽ പ്രചോദനം. അവള് 13-ാമത്തെ വയസ്സിൽ പരിശുദ്ധ പിതാവിനെ കാണാൻ വേണ്ടി പോകുമ്പോ അവൾക്ക് ചോദിക്കാനുള്ളൊരു ഫേവർ ഇതാണ്: എനിക്ക് 15-ാമത്തെ വയസ്സിൽ കോൺവെന്റിൽ ചേരാനുള്ള അനുവാദം തരണം. പ്രായപൂർത്തിയാകാതെ മിണ്ടാമഠത്തിൽ സ്വീകരിക്കില്ല. പക്ഷെ എനിക്ക് പിതാവ് ഒരു എക്സെപ്ഷൻ തന്നിട്ട്, പിതാവ് പറഞ്ഞ എല്ലാവരും കേൾക്കും അല്ലേ? പോപ്പ് പറഞ്ഞ മിണ്ടാമഠത്തിലെ മദർ കേൾക്കാതിരിക്കും. അപ്പൊ കൊച്ചു ത്രേസ്യ പറഞ്ഞു എനിക്ക് മഠത്തിൽ ചേരണം എന്ന് പറഞ്ഞപ്പോ അധികാരികൾ പറഞ്ഞു, മോളെ അതിന് നിയമം അനുവദിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞ, പോപ്പ് പറഞ്ഞ എല്ലാവരും കേൾക്കും. എനിക്ക് അപ്പൊ ഒരു പ്രചോദനമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രചോദനം? ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. അതൊരു പ്രചോദനമാണ്.
പ്രിയപ്പെട്ടവരെ, സാക്ഷ്യം പറഞ്ഞ സഹോദരൻ പറഞ്ഞില്ലേ, ഞാൻ 3 പേരെ എന്റെ കാറില് 5 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഫ്രണ്ടിൽ ഞാനും ഭാര്യയും ഇരിക്കും. ഓരോ ആഴ്ചയിൽ ഇപ്പൊ അടുത്ത വ്യാഴാഴ്ച വരാനുള്ളവരോട് പോലും, ഇത്തിരി ദൂരെ നിന്നാണ് സഹോദരൻ വരുന്നത്, അപ്പൊ അടുത്ത ആഴ്ച വരാനുള്ളവരോട് പോലും ഇപ്പോഴും പറഞ്ഞു വെച്ചിട്ടുണ്ട്, അടുത്ത ആഴ്ച നിങ്ങൾ 3 പേരെ കൊണ്ടുപോകുന്നു. ആരാ ഇത് തോന്നിക്കുന്നത്? ഒരു പ്രചോദനമാണ്. ചില സഹോദരിമാര് അച്ഛൻ മുറിയിൽ വരുമ്പോ, അച്ഛാ എന്തോ ഞാൻ 7 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവര് പുറത്തിരിക്കുന്നുണ്ട്. ശരി, വരാൻ പറയും. ആരാണ് ഈ പ്രചോദനം തരുന്നത്? ഈശോയാണ്. മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പ്രചോദനം, മറ്റുള്ളവർക്ക് ഒരു ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രചോദനം. പ്രിയപ്പെട്ട ഒരു വലിയ കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ മനസ്സിൽ വെക്കണം. വലിയ കാര്യങ്ങള് നമുക്ക് തന്നെ വലിയ വീട് പണിയണം, നമുക്ക് തന്നെ സ്ഥലം മേടിക്കണം, നമുക്ക് തന്നെ പലതും ചെയ്യണമെന്ന ആ വലിയ കാര്യമല്ല. ദൈവരാജ്യത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളിലൊരു പ്രചോദനം. ചില ആളുകൾ ചെയ്യുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. തിരുനാളിന്റെ ഒക്കെ സമയത്താണ് പല വീടുകൾ തെണ്ടി ആവിലാമ്മയ്ക്ക് നേർച്ച എടുക്കാൻ വേണ്ടി പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് തങ്ങളുടെ തന്നെ നിയോഗമായിരിക്കാം. പക്ഷേ അച്ഛൻ അതിൽ വേറൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭവനത്തിലേക്ക് ചെന്ന് അവില പള്ളിയിൽ തിരുനാളിന് നേർച്ച എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോ ഈ ചോദിക്കുന്ന ആള് എത്രമാത്രം എളിമപ്പെടണം എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ടതാണ്. 2, ഇങ്ങനെ പറയുമ്പോൾ ആ കുടുംബം, ക്രൈസ്തവ കുടുംബമാകും അക്രൈസ്തവ കുടുംബം, ആ കുടുംബം ഒരു കാര്യം അറിയുകയാണ്, ഒരു തിരുനാളിനെ കുറിച്ച് അറിയുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയെ കുറിച്ച് അറിയുകയാണ്, ഒരു ധ്യാനത്തെ കുറിച്ച് അറിയുകയാണ്. അതൊരു അറിയിക്കലാണ്. അപ്പൊ അതിന് ഉള്ളിലൊരു പ്രചോദനം കിട്ടുകയാണ്. ആരും പറയാതെ ആളുകള് മുട്ടൽ വലിയാറുണ്ട്. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ അച്ഛൻ എനിക്കൊന്ന് ഉരുൾ നേർച്ച നടത്തണമെന്ന് തോന്നുന്നു, ഒക്ടോബർ 14-ാം തീയതി വരെ കാത്തിരിക്കണോ, അന്ന് ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിന്ന് വരില്ല, വിദേശത്ത് പോകാനാണ്, അല്ലെങ്കിൽ വിസ വരാൻ കാത്തിരിക്കുകയാണ്, നേരത്തെ നടത്തിക്കോട്ടെ, അതിനെന്താണ്? അപ്പോൾ ഉള്ളിൽ പരിഹാരം ചെയ്യാൻ വേണ്ടി ഒരു പ്രചോദനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് തരുന്ന ചെറിയ പ്രചോദനങ്ങളെ ശ്രദ്ധിക്കുമ്പോ കർത്താവ് നമുക്ക് പിന്നീട് അതിലും വലിയ പ്രചോദനങ്ങൾ തരാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രചോദനങ്ങൾ തരുന്ന കർത്താവ്, ശ്രദ്ധിക്കണം, കർത്താവ് നമുക്കൊരു പ്രചോദനം തരുമ്പോ വെറുതെ പ്രചോദനം തരികയല്ല, ആ പ്രചോദനം പൂർത്തീകരിക്കുന്നതിനുള്ള റിസോഴ്സസ് കൂടെ കർത്താവ് നമുക്ക് തരുമെന്നുള്ളത് തീർച്ചയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് കർത്താവ് പ്രചോദനം മാത്രമല്ല, അത് ചെയ്യാനുള്ള എല്ലാം. അച്ഛന് ഒരു ചെറിയൊരു ചിന്ത കിട്ടി. നമ്മൾ കോവിഡിന്റെ മുമ്പ് ഇവിടെ നമ്മൾ വാടകയ്ക്ക് ഷീറ്റ് ഇട്ടിരിക്കുകയായിരുന്നു. ഒരു ചെറിയൊരു പ്രചോദനം, ഇത് മാറ്റി നമുക്ക് സ്ഥിരമായിട്ട് ഷീറ്റ് ഇട്ടാ മതിയല്ലോ. ഒരു പ്രചോദനമാണ്. അങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കുമ്പോ തന്നെ അതിനാവശ്യമായിട്ടുള്ളതെല്ലാം കർത്താവ് കൊണ്ടുവന്ന് ക്രമപ്പെടുത്തുകയാണ്. കൈയടിച്ച കർത്താവിനെന്ന്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ആഗ്രഹം തന്നെ, കുശറേശ പറയുന്നൊരു കാര്യമാണ്, ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം നിക്ഷേപിച്ചാൽ ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും കർത്താവ് ഒരുക്കി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, കോവിഡിന് മുമ്പ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ മുണ്ടിലൊക്കെ പൊടിയാവുമായിരുന്നു, ചെളിയാവുമായിരുന്നു, പൊടിയാവുമായിരുന്നു. അപ്പോൾ ചെറിയൊരു ആഗ്രഹം എന്താണ്? ഒരിത്തിരി സിമെന്റ് ഇട്ടിരുന്നെങ്കിൽ ആളുകളുടെ മുണ്ടിൽ പൊടിയാവാതെ പോവാമായിരുന്നല്ലോ. അങ്ങനെ ഒരു ചെറിയൊരാഗ്രഹം കർത്താവ് മനോഹരമാക്കി പൂർത്തീകരിക്കുകയാണ്. അച്ഛൻ 2-3 ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ ജീവിതത്തില് അച്ഛൻ ഈശോ നമുക്ക് വലിയ ആഗ്രഹങ്ങൾ തരികയും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നവനാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ഈശോ നമ്മുടെ മനസ്സിൽ നിക്ഷേപിക്കുന്ന ആഗ്രഹങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ശ്രദ്ധാലുക്കളാവുക. ഈശോ സ്നേഹിതനാണ്. ഹി ഇൻസ്പയേഴ്സ് us ഫോർ ഗ്രേറ്റ് ആക്ഷൻ. കൈയടിച്ച് നന്ദി പറയാം. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ മറ്റു 2 കാര്യങ്ങൾ, തിന്മ ചെയ്യുന്നതിനെ, പ്രധാനപ്പെട്ട 2 ചിന്തകളാണ്. ഈശോ തിന്മ ചെയ്യുന്നതിനെ എതിർക്കുന്ന സ്നേഹിതനാണ്. 2, നമ്മുടെ കുറവുകള്, നമുക്ക് ഒത്തിരിയേറെ കുറവുകളുണ്ട്.
നമുക്കറിയാവുന്ന കുറവുകളുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറവുകളുണ്ട്. ഈ കുറവുകളെയൊക്കെ നമുക്ക് പരിഹരിക്കപ്പെടണം കുറവുകൾ. ആ കുറവുകളുമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പരിഹരിക്കുന്ന സ്നേഹിതനാണ്. ഇത് രണ്ടും നമ്മൾ അടുത്ത ആഴ്ച വിചിന്തനം ചെയ്യുന്നതാണ്. കാരണം അടുത്ത ബുധനാഴ്ച തിരുനാളാണ്, വ്യാഴാഴ്ച ശുശ്രൂഷയുണ്ട്. കുറച്ചു പേരെങ്കിലും സംശയം പ്രകടിപ്പിച്ചത് ഓർക്കുകയാണ്. ബുധനാഴ്ച തിരുനാളായതുകൊണ്ട് വ്യാഴാഴ്ച ശുശ്രൂഷ ഉണ്ടാകുമോ? എന്താണ് അതിന്റെ ഉത്തരം? ഉണ്ടാകും. ഹല്ലേലൂയ.